നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 16, 2025 ചൊവ്വ. അങ്ങനെ ഇന്നലത്തെ നേരിയ നഷ്ടത്തിനു ശേഷം തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനായിട്ട് 2% നേട്ടം കൈവരിച്ച നിഫ്റ്റി ഐടിക്കും ഇന്ന് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തൽഫലമായി നിഫ്റ്റിക്ക് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടാണ് ഓപ്പണിംഗും സാധ്യമായിരുന്നത്. ആദ്യ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ നിഫ്റ്റി ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 25,980 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർന്ന് മാർക്കറ്റ് ദുർബലമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയും ഉണ്ടായത്. ഒരിക്കൽ പോലും ഇന്ന് നിഫ്റ്റിക്ക് നേട്ടത്തിലേക്ക് തിരികെ വരുവാനായില്ല. എങ്കിലും 25,834 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 167 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,860 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 533 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിനു ശേഷം ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും 427 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാർക്കറ്റിലുണ്ടായ ഇടിവിന്റെ ഫലമായി NSEയിലാകെ 901 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1934 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ആക്സിസ് ബാങ്ക്, ഇറ്റേണൽ, HCL ടെക്നോളജീസ്, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ഭാരതി എയർടെൽ, ടാറ്റ കൺസ്യൂമർ, ടൈറ്റാൻ കമ്പനി, M&M, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടവും കൈവരിക്കുവാനായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, ടെലകോം ഈ 3 മേഖലകളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, IT, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടവും തൽഫലമായി നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ഗ്രിപ്പ് നഷ്ടപ്പെടുകയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നും ഇന്ത്യൻ രൂപ ദുർബലമാവുകയുണ്ടായി. ഇന്നലെ 33 പൈസയുടെ നഷ്ടം ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തേണ്ടി വന്നപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഇന്ന് 30 പൈസയുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 2% നേട്ടം കൈവരിക്കുവാനായ നിഫ്റ്റി ഐടിക്ക് ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും US-ലെ ജോബ് ഡാറ്റ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ ജാഗ്രത പാലിച്ചതിനെയും തുടർന്ന് 323 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 0.84% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകളിൽ ആകെ ടെക് മഹേന്ദ്രയ്ക്ക് മാത്രമേ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി എല്ലാ സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ത്യ US ട്രേഡ് ഡീൽ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനാൽ തന്നെ തുടർച്ചയായി 2 മാസക്കാലമായി ഇന്ത്യൻ രൂപയ്ക്ക് അതിശക്തമായ ഇടിവാണ് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വരുന്നതും. മാത്രമല്ല അത് അവസാന 2 ആഴ്ചയിൽ അതിരൂക്ഷമാവുകയും ചെയ്തു. കൂടാതെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി ഇന്നും തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് ഭീകരമായ ഇടിവാണ് ദിനംപ്രതി നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണം ഇമ്പോർട്ട്സിലുള്ള എക്സ്പെൻസ് വർദ്ധിപ്പിക്കുന്നതിനാൽ അത് കോർപ്പറേറ്റ് ഏർണിംഗ്സിനെ ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്വിറ്റി മാർക്കറ്റിൽ പ്രഷർ തുടരുകയുണ്ടായി. എങ്കിലും ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2% ഇടിവ് നേരിട്ടതാണ് ഒരു പരിധി വരെ വലിയൊരു ഫോളിൽ നിന്നും നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുകയും ഉണ്ടായത്. ഈ മാസം ഒരു ട്രേഡിംഗ് സെഷനിൽ പോലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈ വരികയുണ്ടായില്ല. ഇന്നലെയും 1468.32 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്നും സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. മാത്രമല്ല തുടർന്ന് ഇന്നലെ വരെ 21,073.83 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സായി അവർ മാറുകയുമുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിങ്ങും ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി.
ഇന്നലെ US മാർക്കറ്റ് വീണ്ടും വീക്കാവുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല S&P 500നും നാസ്ഡാക്കിനും 1% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്നലെ US മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് അതിന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് പ്രതിഫലിച്ചതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ ഗവൺമെന്റ് ഷട്ട് ഡൌണിനെ തുടർന്ന് സെപ്റ്റംബർ മുതൽ അവസാന മാസമായ നവംബർ വരെയുള്ള 3 മാസങ്ങളിലെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഡേറ്റകളുടെ റിലീസ് ഇന്ന് US-ൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിയോടുകൂടി റിലീസിനു വേണ്ടി ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ജോബ് ഡേറ്റ ഉൾപ്പെടെ ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡേറ്റ വരെയുള്ള ഡേറ്റകളാണ് ഇന്ന് ലൈനപ്പ് ചെയ്തിരിക്കുന്നതും. സ്വാഭാവികമായിട്ടും ജോബ് ഡേറ്റ വരുന്നതിന് മുന്നോടിയായിട്ടും ഈ പറഞ്ഞ ഡേറ്റകളൊക്കെ ഒരുമിച്ച് റിലീസ് ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ മാർക്കറ്റും നിക്ഷേപകരും ഇന്ന് ജാഗ്രത പുലർത്തിയതും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ 3ാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയുമായിരുന്നു. സ്വാഭാവികമായിട്ടും നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിലുണ്ടായ വോൾട്ടാലിറ്റിയും ഈ കാരണങ്ങൾക്കൊക്കെ പുറമെ നമ്മുടെ മാർക്കറ്റിനെ ദുർബലപ്പെടുത്താൻ മറ്റൊരു കാരണമായി തന്നെ മാറി. മാത്രമല്ല നിഫ്റ്റിക്ക് ഈ വീക്കിലി എക്സ്പയറി 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 44 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം തുടരുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഫ്ളാറ്റായിട്ട് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇന്ന് ഇന്ത്യൻ, സിംഗപ്പൂർ മാർക്കറ്റുകളെ ഒഴിച്ചു നിർത്തിയാൽ ഏഷ്യൻ മാർക്കറ്റ്സിലെ മറ്റെല്ലാ മാർക്കറ്റുകൾക്കും 1% മുതൽ 2% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇന്ന് കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 2% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $59.46 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിൽ വില $55.71 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഗോൾഡിന്റെ വിലയിലും നിലവിൽ നേരിയ ഇടിവ് കാണുന്നുണ്ട്. $4228.60 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കോൾ ഇന്ത്യയുടെ പുതിയ മേധാവിയായി ശ്രീ ബി സായിറാം ചുമതലയേൽക്കുകയുണ്ടായി. SEPC ലിമിറ്റഡ് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 270 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ആൽപെക്സ് സോളാർ അൺലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂർഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി 125 കോടി രൂപയുടെ ഫണ്ട് ശേഖരണത്തിനുള്ള അനുമതി ബോർഡ് നൽകുകയുണ്ടായി. ONGC പശ്ചിമ ബംഗാളിലെ അശോക് നഗർ എണ്ണപ്പാട പദ്ധതിയിൽ ഉൽപാദനം ഉടൻ ആരംഭിക്കുമെന്ന് പെട്രോളിയം മന്ത്രി അറിയിക്കുകയുണ്ടായി. പെർസിസ്റ്റന്റ് സിസ്റ്റംസ് AI ആക്സസും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ ഓഷനുമായി കമ്പനി പങ്കാളിത്തം സ്ഥാപിക്കുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IT സേവന സൗകര്യങ്ങൾ പരിപാലിക്കുന്നതിനായി സെൻസസ് ഓഫീസിൽ നിന്ന് 148 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. MTAR ടെക്നോളജീസ് 370 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.